മാംഗല്യം രചനാവതരണം മിത്രവിന്ദ. അതുവരെ മൂടി നിന്ന് പേടിയും വെപ്രാളവുമൊക്കെ അകന്നുപോയത് ജാനി ഓർത്തു. തന്റെ ജീവിതത്തിൽ എന്തോ നല്ല കാര്യം സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നലിൽ ജാനി അല്പനേരം കട്ടിലേക്ക് കിടന്നു. ഇത്തിരി നേരം കഴിഞ്ഞതും പതിയെ അവൾ ഉറങ്ങിപ്പോയിരുന്നു. അതേസമയം നയോമിയുടെ വീട്ടിൽ നയോമി ആവട്ടെ ദിവസങ്ങൾക്ക് മുന്നേ തുടങ്ങിയ ഒരുക്കങ്ങളാണ് വിവാഹത്തിനു വേണ്ടി. പക്ഷെ ജഗൻ, അവൻ വല്ലാതെ മാറിപ്പോയിരിക്കുന്നു. സ്വന്തം വിവാഹമായിരുന്നിട്ട് കൂടെ അതിൻ്റെതായ യാതൊരു സന്തോഷവുമില്ലാതെ അവൻ കൂടുതൽ ക്ഷീണിതനായി തോന്നിച്ചു. അതേസമയം തന്നെയാണ് പാർവതി ജഗന്റെ റൂമിന്റെ ഡോറിൽ നോക്ക് ചെയ്തത്. ജഗൻ ആലോചനയോടെ റൂമിനകത്തിരിക്കുകയായിരുന്നു. അപ്പോൾ വാടിയ മുഖത്തോടെ ജഗൻ വന്ന് വാതിൽ തുറന്നു. തൊട്ടു മുമ്പിൽ അമ്മയെ കണ്ടതും അവൻ മുഖത്തൊരു ചിരി വരുത്താൻ ശ്രമിച്ചു. എന്തുപറ്റി ജഗൻ? എന്താ നിന്റെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നത്? കുറച്ച് ദിവസങ്ങളായി നിന്നെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. നിനക്ക് ജോലി സംബന്ധമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാകുമെന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ വിവാഹം അടുത്ത് നിൽക്കുന്ന ഈ വേളയിൽ പോലും ഞാൻ പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു ഉത്സാഹവും സന്തോഷവും ഒന്നും നിന്നെ കാണാത്തതുകൊണ്ട് ചോദിക്കുവാണ്. നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രശ്നമോ ഉണ്ടോ മോനെ? അത് ചോദിക്കുമ്പോൾ പാർവതിയുടെ മുഖത്ത് നിറഞ്ഞു വന്ന ആവലാതി ജഗൻ കണ്ടു. അവന് വിഷമം തോന്നി. ഇല്ലമ്മേ, അമ്മ കരുതുന്ന പോലെ യാതൊരു പ്രശ്നങ്ങളും ഞാനും നയോമിയും തമ്മിലില്ല. അമ്മ വിചാരിച്ച പോലെ തന്നെ ഇതൊക്കെ ജോലി സംബന്ധമായ ചില കാര്യങ്ങളാണ് മോനെ. അതൊക്കെ അതിൻ്റെ വഴിക്ക് നടന്നു പോകും. ഒരു പരിധിവരെ ജോലിയും ജീവിതവുമായി കൂട്ടിക്കുഴയ്ക്കാതിരിക്കാൻ ശ്രമിക്കുക. നാളെ കഴിഞ്ഞാൽ നിന്റെ വിവാഹമാണ് നടക്കാൻ പോകുന്നത്. പിന്നെ നീയൊരു ഭർത്താവാകും. കുറച്ചു കഴിഞ്ഞാൽ നീയൊരു കുഞ്ഞിൻ്റെ അച്ഛനാകും. അപ്പോഴൊക്കെ ഇത് നിന്റെ മനസ്സിൽ വേണം. ജോലിയും ജീവിതവും രണ്ടും രണ്ടായിട്ട് വേണം കൊണ്ടുപോകാൻ. ഇത് ഞാൻ പറഞ്ഞു തരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നിന്റെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി വരുമ്പോൾ അവൾക്ക് നിന്റെ ഈ മാനസികാവസ്ഥയെ എത്രത്തോളം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. അത് കണ്ടറിഞ്ഞു വേണം നീ നിൽക്കാൻ. ഞാൻ പറയുന്നതൊക്കെ നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടമ്മേ, ഞാൻ അതിനൊക്കെ ശ്രമിക്കാം. എങ്കിൽ വേഗം റെഡിയായി താഴേക്കുക. നമ്മുടെ ബന്ധുക്കളൊക്കെ ഓരോരുത്തരായി വന്നു തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നത്. നീ മുറിയിലിരിക്കുവാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും വല്ലാത്ത സംശയങ്ങളൊക്കെ. നിന്നെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചതാണോ? അങ്ങനെയൊക്കെ ഓരോരോ ചോദ്യങ്ങൾ വരുന്നു താഴെ. നിനക്കറിയാവുന്നതാണല്ലോ നമ്മുടെ ബന്ധുക്കളെ. അതുകൊണ്ടാ പറയുന്നത്, നീ താഴേക്ക് വാ. പിന്നെ നിനക്ക് ഏറെ ഇഷ്ടമുള്ള നിന്റെ ഒരു അമ്മായി വന്നിട്ടുണ്ട്. പാർവതി ചിരിയോടെ പറഞ്ഞു നിർത്തി. അവരുടെ മകളും ഉണ്ടോ കൂടെ? ജഗൻ സംശയത്തോടെ പാർവതിയോട് ചോദിച്ചു. പിന്നില്ലാതെ, ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് പാർവതി പറഞ്ഞു. ജഗൻ പല്ല് ഞെരിച്ചു. അവരുടെ അകന്ന ബന്ധത്തിലുള്ള സുഗന്ധിയുടെ ഭർത്താവ് വിദേശത്താണ്. ഒരു മകളും സുഗന്ധിയും മാത്രമാണ് നാട്ടിലുള്ളത്. സുഗന്ധിക്ക് ജഗനെ കൊണ്ട് മകളെ കെട്ടിക്കാൻ വളരെ താല്പര്യമായിരുന്നു. മകൾക്കും ഏതാണ്ട് അതുപോലൊക്കെ തന്നെയായിരുന്നു. അതിനുവേണ്ടി കുറേ ശ്രമിച്ചു നോക്കി രണ്ടാളും. പക്ഷേ ജഗൻ തീർത്തു പറഞ്ഞു കളഞ്ഞു. അവരുടെ മകൾ ഹിമയെ വിവാഹം കഴിക്കാൻ അവന് തീരെ താല്പര്യമില്ലെന്ന്. ആര് കണ്ടാലും ശ്രദ്ധിക്കുന്ന തരത്തിലുള്ള ഒരു സൗന്ദര്യമാണ് ഹിമയ്ക്ക്. പക്ഷെ ജഗന് അവളെ ഒരിക്കലും ഭാര്യയുടെ സ്ഥാനത്ത് കാണാൻ കഴിയില്ലായിരുന്നു. പിന്നീട് ഒരുപാട് തവണ ഇതേ ആവശ്യവുമായി സുഗന്ധി ജഗന്റെ അടുത്ത് വന്നെങ്കിലും ആട്ടി വിടുകയായിരുന്നു അവൾ. അവരെല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ താഴേക്ക് ഇറങ്ങിപ്പോകാൻ ജഗന് അല്പം മടി തോന്നി. പക്ഷെ എത്ര നേരം മുറിക്ക് പുറത്തേക്കിറങ്ങാതെ വാതിലടച്ചകത്തിരിക്കും. അതുകൊണ്ട് മാത്രം ജഗൻ താഴേക്ക് ഇറങ്ങിച്ചെന്നു. താഴെയുണ്ടായിരുന്ന എല്ലാവർക്കും ഒരു ചിരി സമ്മാനിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങാൻ തുടങ്ങും മുമ്പ് സുഗന്ധിയുടെ വിളി ജഗനെ തേടിയെത്തി. അമ്മയെ കണ്ടില്ല ജഗൻമോൻ? മുറ്റത്തേക്ക് ഇറങ്ങാനായി തുടങ്ങിയ ജഗൻ അവരുടെ ചോദ്യം കേട്ട് തിരികെ അകത്തേക്ക് വന്നു. എന്റെ കണ്ണിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഇത്രയും വലിയ അമ്മയെ കാണാതിരിക്കാനായിട്ട്. അല്പം തടിയുള്ള കൂട്ടത്തിലാണ് സുഗന്ധി. അവരെ മൊത്തത്തിലൊന്ന് നോക്കിക്കൊണ്ട് ജഗൻ പറഞ്ഞു. എന്നാൽ അതേസമയം അവർക്കരികിൽ നിന്ന ഹിമയുടെ കണ്ണുകൾ ജഗന്റെ മുഖത്തായിരുന്നു. ആർത്തിയോടെയുള്ള അവളുടെ നോട്ടം കാണെ അവന് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി. ഒരു നിമിഷം പെട്ടെന്നാണ് അവനും ഓർത്തത്, നയോമി അടുത്തേക്ക് വരുമ്പോഴും തന്നെ നോക്കുമ്പോഴും ഇതേ അസ്വസ്ഥതയാണ് തന്നെ പൊതിയുന്നതെന്ന്. പിന്നീട് അവരുടെ സംസാരങ്ങൾക്ക് ചെവി കൊടുക്കാൻ നിൽക്കാണ്ട്
അവൻ പതിയെ മുറ്റത്തേക്കിറങ്ങി. കുടുംബക്ഷേത്രത്തിൽ വെച്ച് തന്നെയായിരുന്നു വിവാഹം നിശ്ചയിച്ചത്. വിവാഹത്തിന് അടുത്ത ബന്ധുക്കൾ മാത്രം മതിയെന്ന് തീരുമാനിച്ചെങ്കിലും കല്യാണം വിളിച്ചു വന്നപ്പോൾ ഒരുപാട് ആളുകളായി. അതുകൊണ്ട് വീട്ടിലാകമാനം ആളും തിരക്കും ബഹളവും ഒക്കെയാണ്. മാണിക്യമംഗലം കോവിലകത്തിന്റെ വലിയ മുറ്റത്തിന്റെ ഒരു ഭാഗം മുഴുവൻ വിവാഹത്തിനായിട്ടുള്ള പന്തലിനായി ഒരുക്കിയെടുത്തിട്ടുണ്ട്. ജഗന്റെ കണ്ണുകൾ അവിടെ ആകെ സഞ്ചരിച്ചു. കുറച്ചുനേരം അവിടെ ചുറ്റിപ്പറ്റി നിന്ന ശേഷം ജഗൻ വീണ്ടും പഴയ പോലെ റൂമിലേക്ക് കയറി വന്നു. അന്നത്തെ രാത്രിയും എങ്ങനെയൊക്കെയോ കഴിഞ്ഞുപോയി. പിറ്റേന്ന് ഒരുപാട് ബന്ധുക്കൾ വന്നതുകൊണ്ട് തന്നെ മുറിയിലിരിക്കാൻ തീരെ സമയം കിട്ടിയില്ല ജഗന്. മാത്രമല്ല അന്നാണ് ഹൽദി ഫംഗ്ഷൻ വെച്ചിരിക്കുന്നത്. കോവിലകം മുഴുവനും മഞ്ഞ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് ഇവന്റ് മാനേജ്മെന്റ് ടീം. രണ്ടു വീട്ടുകാരും ഒരുമിച്ച് ചേർന്ന് ഹൽദി ആഘോഷിക്കാൻ തീരുമാനിച്ചതുകൊണ്ട് വൈകുന്നേരം നയോമിയും അവളുടെ ബന്ധുക്കളും കോവിലകത്തേക്ക് വരും. ആദ്യം തലമൂത്ത കാരണവന്മാർക്കൊന്നും ആ രീതിയോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. വേറൊന്നും കൊണ്ടല്ല, വിവാഹം കഴിക്കാനിരിക്കുന്ന പെണ്ണ് വിവാഹത്തലേന്ന് ചെക്കന്റെ വീട്ടിൽ വരുന്നത് അത്ര നല്ല രീതിയല്ലെന്നാണ് അവരുടെ കാഴ്ചപ്പാട്. പിന്നെ നയോമി ജഗന്റെ കൂട്ടുകാരി ആയതുകൊണ്ടും ഒരുപാട് തവണ മാണിക്യമംഗലത്ത് മുൻപ് വന്നിട്ടുള്ളതുകൊണ്ടും എല്ലാവരും കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിലും ആ കാര്യത്തിന് സമ്മതം മൂളുകയായിരുന്നു. വൈകുന്നേരം ആകാൻ തുടങ്ങിയപ്പോഴേക്കും ഓരോരുത്തരായി മഞ്ഞ ഡ്രസ്സിൽ പുറത്തേക്ക് ഇറങ്ങി തുടങ്ങി. മിഥു മുകളിലെ ഇടനാഴിയിൽ നിൽക്കുകയാണ്. അവളുടെ നോട്ടം മുഴുവൻ മുറ്റത്തേക്കാണ്. ജാനിയാണ് അവളുടെ കണ്ണുകൾ തിരയുന്നത്. അല്പനേരം കൂടി നോക്കിയ ശേഷം ജാനി വരുന്നില്ലെന്ന് കണ്ടതും മിഥു ഫോണെടുത്ത് ജാനിയെ വിളിച്ചു. ഇറങ്ങിയോ ജാനി? ഇല്ല മിഥു, ഒരു 10 മിനിറ്റിനുള്ളിൽ ഞാൻ ഇറങ്ങും. ആണോ? ഓക്കെ, ഇവിടെ എത്താറാകുമ്പോൾ വിളിക്കട്ടെ. മിഥു അതും പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു. ശേഷം അവൾ പോയി റെഡിയാവാൻ തുടങ്ങി. ജാനി മിഥുവിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ടോ എന്ന് ഒന്നുകൂടി ഉറപ്പുവരുത്തി. ശേഷം അവളുടെ ഫോൺ കയ്യിലേക്കെടുത്ത് എന്തോ നോക്കാനായി തുടങ്ങിയപ്പോഴേക്കും അവളുടെ റൂമിന്റെ ഡോർ ആരോ തുറന്നു. മാനസിയായിരുന്നു അത്. അവരെയൊന്ന് നോക്കിക്കൊണ്ട് പെട്ടിയുമായി ജാനി പുറത്തേക്കിറങ്ങി. പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടല്ലോ നിനക്ക്? താഴേക്ക് നടക്കുന്ന ജാനിയുടെ പിന്നാലെ നടന്നുകൊണ്ട് മാനസി ചോദിച്ചു. ഓർമ്മയുണ്ട്. പഴയ പോലെ തന്നെ ഇന്ന് തിരിച്ചു വന്നാൽ നിനക്ക് കൊള്ളാം. അവസാനമായി ജാനിക്ക് താക്കീത് നൽകിക്കൊണ്ട് മാനസി അവൾക്കൊപ്പം മുറ്റത്തേക്കിറങ്ങി. മുറ്റത്ത് കാറിൽ മോഹൻ റെഡിയായിരിപ്പുണ്ട്, ജാനിയും കൊണ്ട് മിഥുവിന്റെ വീട്ടിലേക്ക് പോകാൻ. മോഹൻ! മാനസി ഉമ്മർപ്പടിക്കൽ നിന്നു നീട്ടി വിളിച്ചതും കാറിലിരുന്ന മോഹൻ കൈ ഉയർത്തി കാണിച്ചു. എല്ലാം ഓക്കെ ആണോ എന്ന അർത്ഥത്തിൽ. പിന്നീട് മാനസിയെ ഒന്ന് തിരിഞ്ഞുപോലും നോക്കാണ്ട് ജാനി നേരെ പെട്ടിയുമായി കാറിലേക്ക് പോയി. കാറിന്റെ ബാക്ക് സീറ്റിൽ തന്നെ ട്രോളി ബാഗ് വെച്ചു. അതിനടുത്തായി അവളും വന്നിരുന്നു. അവരുടെ കാർ മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരുന്നു. ഇടയ്ക്കിടയ്ക്ക് മോഹന്റെ വൃത്തികെട്ട നോട്ടം ജാനിയിൽ പതിയുന്നുണ്ടെങ്കിലും അവൾ അതൊന്നും ശ്രദ്ധിക്കാതെ പുറം കാഴ്ചകളിലേക്ക് മിഴിനട്ടിരുന്നു. അവരുടെ കാറ് കോവിലകത്തിന്റെ മുൻപിലേക്ക് വന്ന് നിന്നപ്പോൾ ആദ്യം ജാനി ഇറങ്ങി. പിന്നീട് അവൾ പെട്ടിയെടുത്തു. ജാനി താഴെ വന്ന് നിൽക്കുന്നത് മുകളിലെ ഇടനാഴിയിൽ നിന്നുകൊണ്ട് തന്നെ മിഥു കാണുന്നുണ്ട്. അവൾ ഓടി താഴേക്കിറങ്ങി. ഒരു ഡാർക്ക് ഗ്രീൻ കളറിലെ ചുരിദാർ സെറ്റായിരുന്നു ജാനിയുടെ വേഷം. അതിന്റെ ഷോൾ അലസമായി കഴുത്തിലൂടെ ചുറ്റിയിട്ടിരിക്കുന്നു. മുഖത്ത് മിനിമൽ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും അറിയാൻ പോലും പറ്റില്ല. കണ്ണെഴുതാതെ പൊട്ടു തൊടാതെ ചുണ്ടിൽ അല്പം മാത്രം ലിപ്സ്റ്റിക്ക് മാത്രമേ അവൾ ഇട്ടിട്ടുള്ളൂ. എന്നിട്ടും അവളുടെ സൗന്ദര്യം ജ്വലിച്ചു നിന്നു. ഹൽദി ഡെക്കറേഷൻ ആവശ്യമായ മഞ്ഞ പൂക്കളുമായി മുറ്റത്തേക്കിറങ്ങിയ ജഗന്റെ കണ്ണുകളും ജാനിയിൽ ഉടക്കി. മഞ്ഞ കുർത്തയും വൈറ്റ് കളർ മുണ്ടുമായിരുന്നു ജഗന്റെ വേഷം. ജാനിയുടെ കണ്ണുകളും ജഗന്റെ മുഖത്തേക്കായിരുന്നു. അവൾ ഉള്ളിൽ എന്തോ ഒരു വല്ലായ്മ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. അന്ന് മെഡിക്കൽ കോളേജിൽ വെച്ച് ജഗൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലേക്ക് വന്നതും അവനെ നോക്കണോ വേണ്ടയോ എന്ന അർത്ഥത്തിൽ അവളുടെ മുഖം കുനിഞ്ഞുപോയി. ഇനി താൻ വന്നത് ഇഷ്ടപ്പെട്ടുണ്ടാവില്ല. കുനിഞ്ഞ മുഖവുമായി അവൾ ഓർത്തെടുത്തു. പെട്ടിയുമായി അവൾ മുറ്റത്ത് തന്നെ നിൽക്കുന്നത് കാണെ അവൾക്കരികിലേക്ക് ജഗൻ വന്നു. അവന്റെ സാമീപ്യം അടുത്ത് മനസ്സിലായതും അവൾ മുഖമുയർത്തി അവനെ നോക്കി. ഒരു വേള ഇരുവരുടെയും കണ്ണുകൾ തമ്മിൽ കുരുത്തു. അകത്തേക്ക് കയറി ചെല്ല്, മിഥു മുകളിലുണ്ട്, അവൻ വളരെ സൗമ്യമായി അവളോട് പറഞ്ഞു. ശേഷം ജഗൻ മുന്നോട്ട് നടന്നപ്പോൾ
തല കുലുക്കിക്കൊണ്ട് അവൾ അകത്തേക്ക് പോയി. അപ്പോഴേക്കും മുകളിൽ നിന്നും ജാനിയെ കണ്ടതും മിതു ഓടിപ്പാഞ്ഞു വന്നിരുന്നു. മുൻപോട്ട് നടന്നു തുടങ്ങിയ ജഗൻ ഒരു വേള അവിടെ നിന്നു. എത്ര ദിവസമായി നിന്നെ ഞാനിന്ന് കണ്ടിട്ട്? മിതു ജാനിയുടെ മുഖം കൈക്കൊമ്പിളി കോരിയെടുത്തു. അത്രമേൽ സ്നേഹത്തോടെ അവളോട് പറഞ്ഞു. ജഗൻ അവരെ ഇരുവരെയും മാറി മാറി നോക്കി. അവരുടെ സൗഹൃദത്തിന്റെ ആഴം അവനത് മനസ്സിലോർത്തപ്പോൾ തന്നെ അന്ന് മെഡിക്കൽ കോളേജിൽ വെച്ചുണ്ടായ സംഭവങ്ങൾ ഓർമ്മ വന്നു. അതെല്ലാം കഴിഞ്ഞ് 2 ദിവസങ്ങൾക്കിപ്പുറമാണ് അവനും തോന്നിയത് അന്ന് ജാനിയോട് പെരുമാറിയ രീതിയിൽ അല്പം കടുത്തു പോയിരുന്നുവെന്ന്. പിന്നീട് എപ്പോഴേലും അവളെ കാണുമ്പോൾ പറയാനൊരു സോറി അവൻ മനസ്സിൽ കരുതി വെച്ചിട്ടുണ്ട്. ജാനി അവിടെ പുറത്തു നിർത്തിയിട്ട് മിതു പതിയെ ഡ്രൈവർ മോഹന്റെ അടുത്തേക്ക് വന്നു. അങ്കിൾ, താമസിക്കാനുള്ള സ്പേസ് അവിടെയാണ് റെഡിയാക്കിയിരിക്കുന്നത്. ഒപ്പം കയ്യിൽ കരുതിയ കീ മോഹന്റെ കയ്യിലേക്ക് കൊടുക്കുകയും ചെയ്തു. ശേഷം അവൾ അകത്തേക്ക് കയറി ജാനിയെ വിളിച്ച് നേരെ മിതുവിന്റെ റൂമിലേക്ക് തന്നെ പോയി. എല്ലാവരും എവിടെ? ആരെയും കണ്ടില്ലല്ലോ മിതു. പെട്ടെന്നുള്ള ഉള്ളിൽ തോന്നിയ ഒരു ആവേശത്തിന്റെ പുറത്ത് മിതുവിനോട് ജാനി ചോദിച്ചു. എല്ലാവരും അവിടെ ഇവിടെയൊക്കെ കാണും ജാനി. കല്യാണത്തിരക്കല്ലേ. ഞാനും കുറച്ചു നേരമായി ആരെയും കണ്ടിട്ടില്ല. അതേ സമയം തന്നെയായിരുന്നു സുഗന്ധിയും മോളും മുകളിൽ നിന്ന് റെഡിയായി താഴേക്കിറങ്ങി വന്നത്. മുകളിലേക്ക് സ്റ്റെപ്പ് കയറിക്കൊണ്ടിരുന്ന ജാനി അവരെ കണ്ടതും അല്പം സൈഡിലേക്ക് മാറി നിന്നു. ആരാ മൈഥിലി ഇത്? ജാനിയെ നോക്കിക്കൊണ്ട് ഹിമ മിതുവിനോട് ചോദിച്ചു. എന്റെ കൂട്ടുകാരിയാണ്. എന്റെ കൂടെ ഒന്നിച്ച് കോളേജിൽ പഠിക്കുന്നതാ. ഏട്ടന്റെ കല്യാണം കൂടെ വന്നത്. ജാനി അവരിരുവർക്കും ഓരോ പുഞ്ചിരി നൽകിക്കൊണ്ട് നേരെ മിതുവിന്റെ റൂമിലേക്ക് പോയി. ജാനിക്കിടാനായുള്ള ഡ്രസ്സ് എടുത്ത് മിതു ജാനിയുടെ കയ്യിലേക്ക് കൊടുത്തു. ജാനി വേഗം പോയി ഡ്രസ്സിൽ മാറി വന്നു. ആഹാ, നന്നായിട്ടുണ്ടല്ലോ. ഞാൻ കരുതി നിനക്ക് ചിലപ്പോൾ ഡ്രസ്സ് അല്പം ലൂസായിരിക്കുന്നു. ഇതിപ്പോൾ കറക്റ്റാണ്. ജാനി വേഗം മുടിയഴിച്ച് ഭംഗിയായി കെട്ടി. കണ്ണാടിയിൽ തന്റെ ബിംബത്തിൽ ജാനി ഒന്നു നോക്കി. മഞ്ഞ കളർ പാവാടയും മഞ്ഞ കളർ ക്രോപ്പ് ടോപ്പുമാണ് ഡ്രസ്സ്. അതിനൊപ്പം ഒരു മഞ്ഞ ഷോൾ കൂടിയുണ്ട്. അത് മിതു ചെയ്തിരിക്കുന്നത് പോലെ കഴുത്തിന് കുറുകെയിട്ട് ജാനി പാവാടയ്ക്കും ടോപ്പിനും ഇടയിൽ കൂടി കണ്ട ജാനിയുടെ വയറിൽ ഒരു കുഞ്ഞു കറുത്ത മറുകുണ്ടായിരുന്നു. നന്നേ വെളുത്ത വയറിൽ ആ മറുക് നന്നായി എടുത്തറിയാം. മിതു തമാശ പോലെ ആ മറുകിൽ ചൂണ്ടുവിരൽ കൊണ്ടൊന്ന് കുത്തി. ഇക്കിളി വന്നുപോയി ജാനിക്ക്. പോ പെണ്ണേ. ജാനി മിതുവിനെ കളിയായി തല്ലുന്നത് പോലെയൊക്കെ കാണിച്ചു. പിന്നീട് ഇരുവരും താഴേക്ക് പോയി. കൃത്യമായി താഴെ ചെന്നപ്പോഴാണ് താൻ ഫോൺ മുകളിൽ മറന്നുവെച്ച കാര്യം ജാനിക്ക് ഓർമ്മ വന്നത്. മിതു, ഞാൻ എൻ്റെ ഫോൺ എടുത്തിട്ട് വരാമേ? ജാനി പറഞ്ഞു. ഞാൻ കൂടി വരണോ? വേണ്ടടി, ഞാൻ പോയി എടുത്തിട്ട് വേഗം വരാം. അതും പറഞ്ഞുകൊണ്ട് ജാനി മുകളിലേക്ക് പോയി. ഇത്തിരി കഴിഞ്ഞപ്പോഴാണ് താൻ വാച്ച് കയ്യിൽ കെട്ടിയില്ലല്ലോ എന്ന് ജഗൻ ഓർത്തത്. അവൻ മുകളിലേക്ക് നടക്കാൻ തുടങ്ങിയപ്പോഴേക്കും പാർവതി അവനെ പിന്നിൽ നിന്നും വിളിച്ചു. ജഗൻ, നീ ഇതെങ്ങോട്ട് പോവുക? നയോമി മോളൊക്കെ അവിടുന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. ഞാൻ വാച്ച് കിട്ടിയില്ല, അതെടുക്കാം. അവര് പുറപ്പെട്ടു എന്ന് കരുതി അമ്മയ്ക്ക് എന്താ ഇത്ര തിടുക്കം? വേഗം എടുത്തിട്ട് വാ. ഞാനൊന്ന് പറഞ്ഞേ ഉള്ളൂ മോനെ. അപ്പോഴേക്കും അവന് ദേഷ്യം. നയോമിയൊക്കെ ഇപ്പോൾ വരുമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ എല്ലാവരും പുറത്തായിരുന്നു അവരെ സ്വീകരിക്കുവാൻ വേണ്ടി. ജഗൻ വേഗം മുകളിലേക്കുള്ള പടികൾ ഓടിക്കയറി. ഫോണും എടുത്ത് ജാനി സ്പീഡിൽ പടികളിറങ്ങി വരികയായിരുന്നു. പെട്ടെന്നാണ് പാവാടയിൽ ചവിട്ടി തെന്നിക്കൊണ്ട് അവൾ മുന്നോട്ടാഞ്ഞത്. കൈവരിയിലൊന്നും പിടുത്തം കിട്ടിയില്ല അവൾക്ക്. പേടിയാൽ അവൾ മിഴികൾ ഇറുക്കിയടിച്ചു. അതേസമയം മുകളിലേക്ക് പോയ ജഗന്റെ മുൻപിലേക്കാണ് അവൾ വന്നത്. അവന്റെ കരുത്തുറ്റ കൈത്തലങ്ങൾ അവളെ താങ്ങി നിർത്തി. പെട്ടെന്ന് ജാനി മിഴികൾ വലിച്ചു തുറന്നു. ഒരു നിശ്വാസത്തിനടുത്ത് ജഗനെ കണ്ടതും അവൾ ഉമിനീർ വിഴുങ്ങി. ഇരുവരുടെയും കണ്ണുകൾ തമ്മിൽ കൊരുത്തു. ജാനിയുടെ കണ്ണുകൾ ജഗന്റെ മുഖത്താകമാനം ഒഴുകി നടന്നു. അവളുടെ വയറിലാണ് താൻ പിടിച്ചിരിക്കുന്നതെന്ന് ജഗൻ ഓർമ്മ വന്നതും അവൻ പതിയെ കൈ അടർത്തി മാറ്റി. അവന്റെ മുഖത്തേക്ക് നോക്കി നിന്നവൾ അവൻ കൈവച്ചതും എടുത്തതും ഒന്നും അറിഞ്ഞില്ല. നിമി നേരം കൊണ്ട് അവളുടെ മനസ്സിലൂടെ കടന്നുപോയത് ദിവസവും രാത്രിയിൽ തൻ്റെ ഉറക്കം കെടുത്താറുള്ള ആ സ്വപ്നമായിരുന്നു. മുഖമില്ലാത്ത പുരുഷന്റെ കൈക്കുള്ളിൽ ആലസ്യത്തോടെ മയങ്ങുന്ന പെൺകുട്ടി. ജഗന്റെ ചിന്തകളും വിപരീതമായിരുന്നില്ല. ഇത്രയും ദിവസം മറ്റു പെൺകുട്ടികളുടെ നോട്ടം കൊണ്ട് പോലും
അസ്വസ്ഥമാകുന്ന മനസ്സ്. ഇപ്പോൾ ഇത്രയടുത്ത് ഒരു പെണ്ണ് നിന്നിട്ടും തനിക്കെന്താണ് അങ്ങനെ ഒരു അസ്വസ്ഥത തോന്നാത്തത്? സോറി, ജാനി പതിയെ പറഞ്ഞു. നേർമയായി ഒന്ന് മൂളിക്കൊണ്ട് ജഗൻ മുകളിലേക്ക് നടന്നു. ആ സമയം അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി സ്ഥാനം പിടിച്ചു. ഏറെ നാളുകൾക്ക് ശേഷം ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വന്നൊരു നനുത്ത പുഞ്ചിരി. തുടരും. അടുത്ത പാർട്ട് രാത്രിയിൽ പോസ്റ്റ് ചെയ്യാട്ടോ. കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് തരണേ.